മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. രാവിലെ തുടങ്ങിയതല്ലേ, കഴിഞ്ഞില്ല ഇത്രയായിട്ടു? കഴിയാറാവുന്നു. ഡേ സത്യം പറ, ചുമ്മാ അമ്മൂമ്മയുടെ കണ്ണു പിടിക്കാൻ വേണ്ടിട്ടല്ലേ ഈ കണക്കെടുത്തൊക്കെ? അയ്യ അല്ല ശിവ, ഞാൻ കാര്യമായിട്ട് നോക്കണാണ്. പക്ഷെ ഞാൻ അമ്മൂമ്മടുത്ത് അങ്ങനെ പറയുള്ളൂ. എന്തിന്? ഉടായിപ്പാണെന്ന്. അപ്പൊ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരും, അമ്മൂമ്മ ഇവിടെ ഒന്ന് ഒച്ച ഉണ്ടാക്കും, നിങ്ങൾ തമ്മിൽ വഴക്കാവും, അപ്പൊ വീടും ഉണരും. എന്റെ പൊന്ന് ശിവ, ചതിക്കല്ലേ. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെ വഴക്ക് ഇവിടെ ഉണ്ട്. നീയും കൂടെ ഇത് പറഞ്ഞ് ഇവിടെ വേണ്ടാത്തൊരു വഴക്കുണ്ടാക്കരുത് പ്ലീസ്. ആലോചിക്കാം, പക്ഷെ എനിക്ക് എന്ത് തരും? ഒന്നും തരൂല. പ്ലീസടേ, എന്തോടേ? അല്ല, നിനക്ക് എന്ത് വേണം? അപ്പൊ പേടിയുണ്ട്? പേടിയൊന്നും അല്ല, എനിക്കിനി വഴക്കുണ്ടാക്കാൻ വയ്യ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ശവായി പരിഗണിക്കാം. അമ്മമ്മ അല്ല, പരിഗണിക്കാം. എന്നെ വിളിച്ചായിരുന്നോ? എന്നെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നാ? അമ്മായി വിളിച്ചായിരുന്നാ? നീ വിളിച്ചായിരുന്നാ? ഞാൻ വിളിച്ച അമ്മായി കേക്കില്ലേ? ശരിയാണല്ലോ, ഞാൻ വിളിച്ചാ നീ കേക്കുമല്ലോ. നമ്മൾ വിളിച്ചില്ല. അല്ല, എന്നെ ആരോ വിളിച്ചതുപോലെ എനിക്ക് തോന്നി. തോന്നിയതാണോ? അങ്ങനെ പലതും തോന്നും, അതൊന്നും കാര്യക്കണ്ട. തോന്നിയതായിരിക്കും ഇല്ലയോ? പിന്നെ പ്രായമൊക്കെ കൂടി വരുമല്ലേ, എന്തൊക്കെ തോന്നാനിരിക്കണേ നീ? എന്റെ പ്രായം കൂടി വരുമ്പോ അങ്ങനൊക്കെ തോന്നുവോ? പിന്നെ പലതും തോന്നും. ഒന്ന് പോവച്ചേ. അല്ല, നിന്റെ കണക്കെടുത്ത് ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല അമ്മായി. കഴിയാത്തോണ്ടാണല്ലോ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല അമ്മ, കഴിഞ്ഞിട്ടില്ല. കഴിക്ക് വേഗം. എത്തിയോ? സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വാഴക്കാലയിൽ ഇനി ഇവള് കാണാത്ത സ്ഥലം കാണൂ. അടുത്ത തവണ പോകുമ്പോ നിങ്ങളെ കൊണ്ടുവന്നു കേട്ടോ. നമ്മളൊക്കെ കൊറേ പോയത് തന്നെടേ. ശിവ, ഇത് നോക്കടാ, കൊറേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ട് ശരിയാണ്. താലിയാവുന്നില്ലേ? സെക്കൻഡ് റോയിലെ പ്രശ്നം അല്ലേ? നിനക്ക് കിട്ടിയോ? എന്ത് പണിയാ അമ്മായി ചെയ്തേ? എന്ത് പണി? ഞാൻ കൈ എടുത്ത് അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പേ എടുത്തങ്ങ് തിന്ന്. എന്റെ പൊന്നു പാറു, ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നല്ല, അമ്മായി കണ്ട്. ഞാൻ എടുക്കുന്നത് കണ്ടോണ്ട അമ്മായി എടുത്ത് തിന്നേ. സത്യമായിട്ട് ഞാൻ കണ്ടില്ല പാറു. കണ്ടിന് തരൂലായിരുന്നാ? അമ്മായിക്ക് കൊതിയാ, കൊതി ഉള്ളോണ്ടാ എനിക്ക് തരാതെ തിന്നേ. പാറു, ആ വർത്താനം വേണ്ട കേട്ടാ. പാറു, മനഃപൂർവ്വം തന്നെ. അമ്മായി കുടുക്കത്തെ കൊതിയാണ്, അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിന് തരാണ്ട് കഴിക്കാണോ ചെയ്യാ? ശിവ, പറയട്ടെ, ഞാൻ നേരത്തെ ഞാൻ എടുക്കാൻ പോയപ്പോ തന്നെ കൈയുടെ അടി എടുക്കരുതെന്ന്. എപ്പം? നിനക്ക് തന്നിട്ടല്ലേ കഴിച്ചത് ഞാൻ? ചുമ്മാ. എന്റെ പൊന്നു പാറു, ഞാൻ കണ്ടില്ല. ഞാൻ ഫ്ലോയിൽ അങ്ങ് കഴിച്ചു പോയതാണ്. കണ്ട് അമ്മായി മനഃപൂർവ്വം തിന്നെ എനിക്ക് തരാതെ. എന്റെ പാറു, ഇന്നലെ ഇതിന്റെ പകുതി കഴിച്ച നീയല്ലേ? പകുതിയാ? ഞാൻ ഇച്ചിരി കഴിച്ചുള്ളൂ. അതിന്റെ ദേഷ്യത്തിലായിരുന്നല്ലേ അപ്പൊ എനിക്ക് തരാതിരുന്നേ? പാറു സീരിയസ് ആണല്ലേ? ഇതുകൊണ്ടിട്ട് കോമഡി ആയിട്ടാണോ തോന്നിയേ? ചെറുതായിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ലെന്ന്. അയ്യോ, വീണ്ടും എല്ലാം കൂടെ വഴക്ക് തുടങ്ങിയോ?
സിമ്പിൾ മാറ്റർ അമ്മൂമ്മ. അമ്മായി 2 കശുവിനെ എടുത്ത് വിഴുങ്ങി, അതാണ് വിഷയം. അമ്മൂമ്മ ഞാൻ അങ്ങോട്ട് എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അമ്മായി എടുത്തങ്ങ് തിന്ന്. അമ്മ ഞാൻ മനഃപൂർവ്വം കഴിച്ചതല്ല, ഒരു ഫ്ലോയിലങ്ങ് എടുത്ത് കഴിച്ചാണ്. ഞാൻ കണ്ടില്ല, ഇവിടെ എടുക്കാൻ പറഞ്ഞ ഞാൻ കണ്ടില്ല, സത്യമായിട്ട് കണ്ടില്ലേ? ആ കണ്ടതാ. പാറു, ഉനക്ക് ഞാൻ ബിസ്ക്കറ്റ് തരാം പാറു. എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട, അതുപോലെ പൂച്ചയ്ക്കും കൊണ്ട് കൊടുക്കും. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി നിനക്ക്? പഴയ കീപാഡ് ഫോൺ കൊടുത്തല്ലേ എന്നെ വാങ്ങിച്ചത്, അതുപോലത്തെ പെരുമാറ്റമാണല്ലോ എല്ലാവരുടെയും. ഇങ്ങനെ മനസ്സിലായതൊക്കെ? ഡേ നിർത്തിക്കോ കേട്ടോ. പാറുവേ, നീ നിർത്തിക്കോ. സംസാരം പൊടിക്ക് ഓവറാവുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് ലച്ചു ഒറ്റ ഒരുത്തിയാ ഈ കൊച്ചിനെ ഇത്രയും വഷളാക്കുന്നത്. ഞാൻ വഷളാണല്ലേ? വഷളാണ്. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ നോക്കൂ. ഓ, അമ്മായി, ഓ, ബാക്കി ഒന്ന് 2 കശുവണ്ടി ഉണ്ടായിരുന്നു. ഞാൻ തുറന്ന എനിക്ക് തരായിരുന്നു, തന്നില്ല. നോക്കിയോ? മോശമായിപ്പോയി അമ്മായി, മോശമായിപ്പോയി. നിനക്കുണ്ടല്ലോ അവസരവാദി. അമ്മമ്മ, രണ്ടിന്റെ വിചാരം പാറുവിനെക്കാട്ടി കൊച്ചുങ്ങളാണെന്നാ. ഞാൻ ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കൂല. കള്ളവണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോ. എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. എനിക്കിവിടെ ഒരു വിലയില്ല. കുഞ്ഞിത് എങ്ങോട്ട് പോവാ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാറു, ഇത് കൊണ്ടകത്ത് പോയി പോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതൊക്കെ അതൊക്കെ അറിയാം. അപ്പൊ തൽക്കാലം കുഞ്ഞ് ഇതും കൊണ്ട് അകത്ത് കൊണ്ട് വെച്ചേ. കൊണ്ടുവെക്കൂല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പോവാൻ. എന്റെ പാറു, 4 കശുവണ്ടിയുടെ കാര്യമല്ലേ, നമുക്ക് ഇനിയും വാങ്ങാമല്ലോ. എന്റെ കുഞ്ഞകത്തോട്ട് വെക്കേ. വേണ്ട, ഞാൻ ഇനി ഇവിടെ നിക്കില്ല. എന്തിനാ ചിരിക്കുന്നേ? ഓ, ഞാനിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും കോമഡി ആണല്ലോ. അതിപ്പം കോമഡി കാണിച്ചാ ചിരിക്കണ്ടേ? അമ്മായിയാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്തെന്ന്? കുഞ്ഞി ബാഗും തൂക്കി എങ്ങോട്ട് പോകാനാ പരിപാടി? കിട്ടുന്ന വണ്ടിക്ക് എങ്ങോട്ടെങ്കിലും പോ. அப்படின்னா நீ ஒண்ணு பண்ணு, நீ மதுரைக்கு போய்க்கோ. என்னோட அப்பா அங்க இருக்காங்க. ഞാനേ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പാറു, ബാഗ് കൊണ്ട് അകത്ത് കയറി പോ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ? അകത്തോട്ട് കയറി പോവില്ലേ? അമ്മായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിക്കത്തില്ല. ഒന്നെങ്കിൽ അമ്മായി അല്ലെങ്കിൽ ഞാൻ. പാറുവാവേ, സീരിയസ് ആണോ? ആ സീരിയസ് ആണ്. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പൊ പോവണ്ട. ഞാൻ പോവും. പോണവരൊക്കെ പോട്ടടേ. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും കാണൂല. ഇവിടെ ആര് പോയാലും വീട് ഇങ്ങനെ തന്നെ കാണും. അമ്മായി, പിന്നെ എന്തോന്നടേ, ഭയങ്കര ഷോയും ജാടയാണ് അവക്ക്. മാറിയെന്നാണ്. പാറുമോനെ, കശുവണ്ടിയുടെ കാര്യമല്ലേ, ചേച്ചി പാറുമോന് 1 കിലോ കശുവണ്ടി വാങ്ങിത്തരും, പോരെ? എനിക്ക് വേണ്ട. അയ്യോ, 1 കിലോ ആക്കണ എന്തിന്? 2 കിലോ വാങ്ങിച്ചു കൊട്. ഞാൻ തരുന്നുണ്ട് കേട്ടോ. വന്നേ, ഞാൻ പറയട്ടെ. ഇപ്പൊ പാറു പോയി കഴിഞ്ഞാൽ വണ്ടി ഒന്നും കിട്ടൂല. എന്താ? അത് ഈ പുറപ്പെട്ടു പോകുന്നവർക്ക് ഈ സമയത്ത് വണ്ടി കിട്ടൂല. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ആണോ? ആ, ഇപ്പൊ പാറു പോയി കഴിഞ്ഞാൽ ഈ പൊരി വെയിലത്ത് ചമ്മിപ്പോവും. അതേസമയം കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിച്ച് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ കിട്ടിയാലും പ്രശ്നങ്ങൾ കുറെ ഉണ്ടെന്നേ. ഇത് നമുക്ക് കോംപ്രമൈസ് ആക്കിക്കൂടെ? കോംപ്രമൈസ് ആക്കാല്ലേ? ആ, പിന്നെ സോറി പറയണം. ആര്, ഞാനോ? സോറി പാറു. ചേച്ചിയല്ല, അമ്മായി സോറി പറയണം. ഒരു സോറി പറഞ്ഞേ. സോറി അമ്മായി സോറി പറയണ പ്രശ്നമില്ല. ഞാൻ വാങ്ങിച്ചു വെച്ച 1 കിലോ കശുവണ്ടിയുടെ 3/4 കിലോ കഴിച്ചു തീർത്തത് ഇവളാണ്. എന്നിട്ടാണ് വെറും 2 എണ്ണം കൊടുക്കാത്തതിന് ഞാൻ സോറി പറയണം? നടക്കൂല. ഗൗരി അമ്മായി സോറി പറയാൻ പോണില്ല. എന്തോന്നടേ ഇത്? ഒരു സോറി അല്ലേ, അതങ്ങ് പറ. ചീള് കേസ്. സോറി അങ്ങ് പറ. എന്റെ അടുത്തുള്ള ചേച്ചി എടുത്തുകയാണെങ്കിൽ പിന്നെ കാര്യമുണ്ട്. ഈ 8ഉം 8ഉം തിരിയാത്ത കൊച്ചിനോട് എന്തിനാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സോറി പറഞ്ഞങ്ങ് വിട്. സോറി. ആ, സോറി കിട്ടി, പോരെ? ഇപ്പത്തേക്ക് ഞാൻ ക്ഷമിച്ച്. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. മോളെ പാറു, എന്താ അമ്മ? ഇവിടെ വഴക്കുണ്ടാവുമ്പോഴേ
പെട്ടിയും തൂക്കി പോണെന്ന് മോളോട് ആരാ പറഞ്ഞു തന്നേ? അത് മിട്ടുചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെ. എനിക്ക് എപ്പോഴേ തോന്നി. മിട്ടുവാ? ആ മിട്ടുചേട്ടൻ വീട്ടില് വഴക്കുണ്ടാക്കിയിട്ടേ പെട്ടിയും തൂക്കി മറൈൻ ഡ്രൈവ് വരെ പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് വിശന്നപ്പോ തിരിച്ചു വന്നു. അതെ, ഓ നേരത്തെ പറഞ്ഞേ 1 കിലോ കശുവണ്ടിയുടെ കാര്യം മറക്കല്ലേ? ഇല്ല, മറക്കില്ല. എന്റെ ദൈവമേ, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഒന്നുമേ പുരിയലേ. എന്ത് പെട്ടെന്ന് സമയം പോകുന്നേ. കേസിനൊക്കെ ഇപ്പൊ തീരൂ. അങ്ങനെ പോയാൽ ശരിയാവൂല. ശിവ, എന്ത് ഫ്രീ ആണോ? ആണെങ്കി നമുക്ക് പുറത്തു പോയാലോ? അമ്മായി, ഓ, ഈ സമയം പിടിച്ചു നിർത്താൻ വല്ല വഴിയുണ്ടോ? വച്ചാ ആ പാറമടയുടെ വളവിൽ വല്ലതും ചെല്ലിൽ നിന്ന് അപ്പോഴത്തേക്ക് പിടിച്ചേർത്താലോ? ഇനി ഇതുപോലത്തെ ചളി പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഞാൻ ചളി വാരി പൊത്തോ. അല്ലാതെ ഞാൻ എന്തോന്ന് പറയാനടേ, സമയം എങ്ങനെ പിടിച്ചു നിർത്താനാണ്? എന്ത് പ്രശ്നം? സമയം എന്ത് പെട്ടെന്നാണ് പോണത് അമ്മായി. വെക്കേഷൻ തുടങ്ങിയിട്ട് നോക്കി 10 ദിവസമായി, പക്ഷെ ഇന്നലെ തുടങ്ങിയ പോലെ തോന്നുന്നേ. ഇങ്ങനെ പോയാൽ ശരിയാവൂല. ലൈഫല്ലേടേ ഇങ്ങനെയൊക്കെ തന്നെ. കശുവണ്ടി എന്താ വിളിച്ചേ? ഇന്നെ തന്നെ. കം ഹിയർ. എന്ത് വിളിച്ചേ? കശുവണ്ടി ഇന്നെന്ത് കേട്ടില്ലേ? സോറി പറ. സോറി കശുവണ്ടി. ചേച്ചി ശരിക്കും സോറി പറയാൻ. സോറി പാറക്കുട്ടി. ഞാൻ അങ്ങനെ വിളിക്കല്ലേ? ഇല്ല പാറക്കുട്ടി. വീട്ടുകാരെ തന്നെ ഓരോരുത്തർ കേട്ട പേരിടുന്നത്. അയ്യോ, സോറി പാർവതി ബാലേന്ദ്രൻ തമ്പി. എങ്ങോട്ടാണ് പാർവതി ബാലേന്ദ്രൻ തമ്പി രാവിലെ തന്നെ യാത്രയാവുന്നത്? കളിക്കാൻ. ഇത്രയും രാവിലെയാ? ഇത്രയും രാവിലെ. ഡേയ്, നീ കുളിച്ചാ? ഇല്ല. ഫുഡ് കഴിച്ചാ? ഇല്ല. ബ്രഷ് ചെയ്താ? ഇല്ല. എടേ, അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും കഴുകിയ? ഇല്ല, കാരണം അവക്ക് ഇതൊന്നും പതിവില്ലല്ലോ. അമ്മായി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? പാറുമോൾക്ക് ദേഷ്യം വന്നാലും ഇല്ലെങ്കിലും പ്രാഥമിക കർമ്മങ്ങൾ കഴിയാണ്ട് പാറു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. 9 മണിക്ക് മാളിന്റെ വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞ. അതിന് നേരത്തെ എണീക്കണമായിരുന്നു. ഇത് 8:59 വരെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. 9 മണിക്ക് അവിടെ എത്തണം പോലും. പാറു, ഇവിടെ ആന്റി. நீ இங்க நிக்கிறியா? நான் எங்க எல்லாம் தேடினே தெரியுமா? பல்லெல்லாம் விளக்க வேண்டாமா? അയ്യോ, അവക്ക് വളയ്ക്കാതിരിക്കൊന്നും വേണ്ട. അവക്കിപ്പോ അവളുടെ ഗാങ്ങിന്റെ അടുത്ത് എത്തണ്ടേ? പാറത്തോട്ട് നോക്കേ. അതൊക്കെ വന്നിട്ട് ചെയ്തോളാന്ന്. നടക്കത്തില്ല പാറു. ബ്രഷ് ചെയ്യാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കൂല. അപ്പൊ അതോട്ട് കയറ്. അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാന്ന്. എടേ വാ നാറിനടെ പോടെ അകത്തേറി. ഇല്ല. പാറു വാശിയാണോ? ആണ്. ആഹാ, എന്നാ ഇന്ന് പാറു പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കാണ്ട് ഈ വീടിന് മുറ്റത്ത് ഇറങ്ങുന്ന എനിക്കൊന്ന് കാണണമല്ലോ. അല്ലേ മായി? അല്ലേ? ഞാൻ ഒന്നും പറയണില്ലേ, ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം. ആരെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് പാറു ഈ വീടിന്റെ മുറ്റത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങൂല. അതെന്റെ വാക്ക്. ചെറിയണോ? ഓടേ അതോട്ടെ. പേടിയുണ്ട്. രാവിലെ എണീക്കോ കളിക്കാൻ പോവുക. വേറെ ഒന്നും ചേർന്നുള്ള ബോധം കൊച്ചിനില്ലേ? ഇങ്ങനെ പോയ എങ്ങനെ? പിടിക്കുന്നുണ്ട് ഞാൻ. ഞാൻ ഇനി ഇവിടെ നിൽക്കൂല. കിട്ടുന്ന വണ്ടിക്ക് എങ്ങോട്ടെങ്കിലും പോവും. രാവിലെ ഇത് എങ്ങോട്ടാ പെട്ടിയും തൂക്കി? ഇവിടെ ഇന്നാ ശരിയാവൂല. അതെന്താ? ഇവിടെ ആരും എനിക്കൊരു വില ആയിരുന്നില്ല. ഒരു കുറ്റി പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാ പോരായോ?
പറ്റത്തില്ല. ആഹാ, ബാംഗ്ലൂർക്ക് ഇറങ്ങിയാ? ഇറങ്ങി. അപ്പോ പോവാണ് അല്ലേ? ആദ്യം കിട്ടുന്ന വണ്ടിക്ക് അങ്ങ് പോവും. ഈ ആദ്യം കിട്ടുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ബസ്സാണോ ട്രെയിനാണോ അതോ വിമാനമാണോ? പിന്നെ കൊച്ചിലേതുകൊണ്ട് ബോട്ടും കിട്ടും, അതാണോ? എന്തായാലും ചേച്ചിക്ക് എന്താ? അതെ, പെട്ടി കൊണ്ടെന്ന് അകത്ത് വെച്ചിട്ടേ പുട്ടെടുത്ത് കഴിച്ചാട്ടെ. അതിന് പല്ലിയൊക്കെ ഉണ്ട്. പല്ല് തേച്ചില്ലേ ഇതുവരെ? അവള് മുഖം പോലും കഴുകിയിട്ടില്ല, എന്നിട്ടാണ് അവള് കളിക്കാൻ പോകാൻ ഇറങ്ങിക്കുന്നത് രാവിലെ തന്നെ. ഊരുതണ്ടൽ ഇച്ചിരി കൂടുതലാ, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. வா பாரு பல்லு விளக்கிட்டு நமக்கு புட்டும் பழവും சாப்பிடலாம். എനിക്ക് വേണ്ട. ചേച്ചി എൻ്റെ അടുത്ത് സോറി പറയട്ടെ. എന്തിന്? ചേച്ചി രാവിലെ എന്നെ വഴക്ക് പറഞ്ഞതിനും പിന്നെ എന്നെ കശുവണ്ടിന്ന് വിളിച്ചതിനും. വഴക്ക് കേൾക്കേണ്ട കാര്യങ്ങൾക്ക് വഴക്ക് കേട്ടേ പറ്റൂ പാറു. നിന്നെ പൊക്കി പറയുമ്പോ തീ ആകാശത്തെത്തുമല്ലോ പൊങ്ങി പൊങ്ങി. അപ്പൊ ഇച്ചിരി വഴക്ക് കേട്ടാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ സോറി പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകും. ഇയാള് പോ. വാ, ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറഞ്ഞു. മാറമ്മ, കാര്യം പറയട്ടാ. അതെ, ഇങ്ങനെ പോയാ ബസ്സിലോ ട്രെയിനിലോ ഒന്നും കേറ്റൂല. എന്താ? നീ പല്ലിച്ചാ? ഇല്ല. കുളിച്ചാ? പല്ലിക്കാതെയും കുളിക്കാതെയും വണ്ടി കേറ്റൂല. എന്താ? അതങ്ങനെയാണ്. അമ്മായി തന്നെ നോക്ക്. അമ്മായി പലതവണ പല്ലിക്കാതെയും കുളിക്കാതെയും വണ്ടി പോയപ്പം ഇറക്കി വിട്ടിട്ടുണ്ട്. ഉണ്ടാ? ആ, ഇപ്പൊ പോണോ? ചമ്മി പോവില്ലേ? ഇപ്പൊ ഇവിടെ നിക്കാം, പല്ലിച്ചിട്ട് കുളിച്ചിട്ട് പോയാലാ? അമ്മായി പറഞ്ഞോണ്ട് ഞാൻ പോകുന്നില്ല. ഗുഡ്. വന്നു വന്ന് കൊച്ചു വഷളായി വരും. പിന്നെ അല്ലാണ്ട് എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ശരിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ എങ്ങനെ പഠിക്കണമെന്തോ തന്നെ. നിങ്ങൾ എന്നെ കുറ്റം പറയായിരുന്നല്ലേ? ഞങ്ങള് കുറ്റമൊന്നല്ല പറഞ്ഞത്, ഞങ്ങൾ കാര്യമാണ് പറഞ്ഞത്. കുരുത്തക്കേട് കാണിച്ച ഇനിയും കാര്യം പറയും. കാര്യം പറയായിരുന്നല്ലേ? ആ, എന്നാ പിന്നെ ഞാൻ പോവാ. ഇങ്ങനെ പോവാന്ന് പറയുമ്പോഴേ എന്ത് കാണിച്ചാലും നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കുമല്ലോ. അതാ 7 തരം. അതമ്മ சொன்னது കറക്റ്റ് தான். എന്ത് കറക്റ്റ്? ഒരു കറക്റ്റും ഇല്ല. ഇനിയുള്ള ഇറങ്ങി പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്നാ പിന്നെ ഞാൻ പോവാ. ഉറപ്പാണല്ലോ പാറു? ആ, തിരിച്ച് ഞങ്ങൾ ഈ വീട്ടിലോട്ട് കേട്ടത്തില്ല തന്നെ. കേട്ടണ്ട? ആ, പോ. ഞാൻ പോവാണേ. ഞാൻ പോവാണേന്ന്. താ പോയി. എവിടം വരെ പോവാൻ? ഈ കൊച്ചിന് എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാൻ? പോയതുപോലെ തിരിച്ചു വരും. ഇനി വല്ല കൂട്ടുകാരിയുടെ വീട്ടിലാണോ? പോയിട്ടിങ്ങ് വരട്ടെ, നല്ല വീക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ ഞാൻ പോയി കൂട്ടിയിട്ട് വരട്ടാമ്മ. ആരും എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അവളുടെ അടുത്ത് 2 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പോവരുതെന്ന്. എന്നിട്ടും മുട കാണിച്ചിറങ്ങി പോയതാണ്. ഇനിയിപ്പോ പോയ പോലെ തിരിച്ചു വന്നിട്ട് വീട്ടിൽ കയറ്റിയാൽ മതി. പണിപാളിയാ, ആരും തിരിച്ചു വിളിക്കുന്നില്ലല്ലോ. തിരിച്ചു വിളിച്ചില്ലെങ്കിൽ എങ്ങോട്ട് പോവും? ആരെയും കാണാനില്ലല്ലേ. ഇത്രയും ചാട കാണിക്കണ്ടായിരുന്നു. കഴിച്ചിട്ടായിരുന്നെങ്കിൽ മാളൂന്റെ വീട്ടിലെങ്കിലും പോയായിരുന്നു. എന്തായാലും നാണം കെടും. പാറുവിന്റെ ബസ് കിട്ടിയോ ആവോ? കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ കൊച്ചു ആഗ്രഹിക്കുന്നിടത്ത് അങ്ങ് എത്തിയാ മതിയായിരുന്നു.
അതെത്തും അമ്മ. അവക്ക് ബുദ്ധി ഇല്ലെങ്കിലുവേ ബുദ്ധി ഉണ്ടെന്ന് കാണിക്കാൻ അവള് പണ്ടേ മിടിക്കാം. பாவம்ல கொஞ்சம் புட்டு பேக் பண்ணி கொடுக்கலாமா இருந்தது. അമ്മമ്മ എനിക്ക് അത്യാവശ്യമായിട്ടേ എന്റെ ഒരു അസൈൻമെന്റ് മെയിൽ ചെയ്യാനുണ്ടോന്നൊരു ഡൗട്ട്. അതൊന്ന് മെയിൽ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. ആ അമ്മ ഇന്നലെ കഴിച്ച കാഷ്യൂന്റെ ബാലൻസ് ഞാൻ കഴിച്ചിട്ട് വരാമേ. ശരി ചേച്ചി. കനകം, നല്ല ചൂട് പുട്ടും കടലക്കറി ഇരിക്കല്ലേ, നമുക്കത് കഴിക്കണ്ടേ? அம்மா பழம் இருக்குல்ல, ആ പപ്പടം ഉണ്ട്, വാ നമുക്ക് കുഴച്ചങ്ങോട്ട് കഴിച്ചിട്ട് വരാം. நல்ல டேஸ்டா இருக்கு. வாங்க. ആശനെ മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ പാറു പോയില്ലായിരുന്നോ? ഇല്ല ചേച്ചി, മൂടില്ല. മൂടില്ല. പാറു ബസ് കിട്ടിയില്ലേ? ഞാൻ അവിടം വരെ ഒന്നും പോയില്ല. അശ്ശോ അമ്മമ്മോയ്, ഓ ഇതാരാ വന്നേക്കുന്നേ നോക്കിക്കേ. പാറുമോളോ? കൊല്ലത്തോ കോഴിക്കോട്ടോ അങ്ങോട്ട് പോന്ന് പറഞ്ഞിട്ട് പോയില്ലേ? നിങ്ങളെല്ലാരും അപ്പൊ ഞാൻ പോകുന്ന നോക്കിയിരിക്കായിരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് പാറ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ ഒരു ലോഡ് കശുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ഇറക്കാനായിട്ട്. ഇന്ന് ഓർഡർ കൊടുത്തേ ഉള്ളൂ അല്ലേ? അതെ അതെ അല്ലേ അമ്മായി? അതെ. പിന്നെ പാറുമോള് കൈയൊന്ന് നീട്ടിയേ. എന്തിനാ അമ്മ? അല്ല, ഇനി ഇറങ്ങി പോകുമ്പോഴേ വണ്ടിയിലൊക്കെ കേറുമ്പോ വണ്ടിക്ക് കാശ് വേണ്ടേ? കുറച്ച് കാശ് തരാനാ, ഒന്ന് നീട്ടിയേ. അതിനായിരുന്നാ? ഇനി ഇറങ്ങി പോവോ? വേണ്ടെന്ന് വിചാരിക്കുമ്പോഴേ കുഞ്ഞല്ലയോ കുഞ്ഞല്ലയോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമ്പോ അമ്മമ്മ പിന്നെ ഉപദേശിക്കാതെ കൊടുക്കുന്നല്ലേ. ഇനി ഇറങ്ങി പോവോ? ഇല്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ പെട്ടി എടുക്കോ? ഇല്ല. ഇനി രണ്ട് കൊടുത്തിട്ട് പറയാമോ? പറയുന്നേ അനുസരിക്കോ? ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കിയാ പെട്ടിക്കകത്ത് என்ன இருக்குன்னு பார்த்துட்டு தான். കാലിപ്പെട്ടി കൊണ്ടായിരുന്ന പോക്ക്. ഈ കാലിപ്പെട്ടിയും കൊണ്ടാന്നോ കുഞ്ഞിറങ്ങിപ്പോയെ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാരും എന്നെ തിരിച്ചു വിളിക്കുന്നു. അമ്മൂമ്മ, ഇത് സീനാക്കണ്ട, എന്റെ ഒരു പ്രാങ്ക് ആയിട്ട് കണ്ടാ മതി. അമ്മൂമ്മ, നേരത്തെ പറഞ്ഞ പുട്ടുണ്ടോ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.